എല്ലാവർക്കും നമസ്കാരം. ആലുവയിലെ ഒരു 4 വയസ്സുകാരിയുടെ മരണം നമ്മൾക്കാർക്കും മറക്കുവാനായിട്ട് കഴിയുന്നില്ലല്ലേ. അതിൻ്റെ കൂട്ടത്തിലാണ് അടുത്തൊരു റിപ്പോർട്ടും കൂടെ നമ്മൾ കേട്ടു. സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് കാണേണ്ട വ്യക്തി ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചിരിക്കുകയാണ്. അതും ഒരു പ്രാവശ്യം 2 പ്രാവശ്യമോ അല്ല, നിരന്തരമായിട്ട് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് 2.5 വയസ്സ് തൊട്ട് ആ കുഞ്ഞ് പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് ന്യൂസുകളിലൂടെയൊക്കെ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ വെറും ഒരു പിഞ്ചു കുഞ്ഞ് എന്തതിന് മനസ്സിലായിട്ടാണല്ലേ, അതിനൊന്നും അറിഞ്ഞുകൂടാ. പാവം അതെന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ അതിനെ ഒന്നും വകവയ്ക്കാതെ ആ നരാധമൻ ആ കുഞ്ഞിനെ പിച്ചി ചീന്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവൻ്റെ ഒരു അഭിനയമൊക്കെ നമ്മൾ കണ്ടു. എനിവേ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് കാര്യം എന്താണ്? ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ലല്ലേ. ഒരു സോദോം ഗൊമോറയൊക്കെ എവിടെയൊക്കെയോ വളർന്നു വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി അതാണ്, ഓരോ അറ്റത്ത് നിന്ന് തുടങ്ങും എന്നുള്ളത് എത്രയോ സ്പഷ്ടമായ കാര്യമാണ്. കാരണം ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഒരുത്തിന് കാമം തോന്നണമെങ്കിൽ അത് എത്ര മാനസികമായ എന്തൊരവസ്ഥയാണതല്ലേ. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾക്ക് മറ്റുള്ളവരെ ശരിയാക്കാനായിട്ട് കഴിയത്തില്ല. പകരം നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളരെ കൃത്യതയോടെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഓരോ മുന്നറിയിപ്പുകളും നമ്മൾക്ക് തരുന്നത്. ഇനി അതുകൂടാതെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ സൂക്ഷിച്ചതാൽ മാത്രമാകത്തില്ല. നമ്മളെന്താണ്, ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒപ്പം നമ്മൾ ചെയ്യേണ്ടതും കൂടെ നമ്മൾ ചെയ്യുക. ആരെയും വിശ്വസിക്കാതിരിക്കുക. അത് ഏത് വ്യക്തിയാണെങ്കിൽ പോലും. ഇപ്പോൾ ഇതെന്താണ്, സ്വന്തം അച്ഛൻ്റെ അനിയൻ ആ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കുമെന്നും വിശ്വസിച്ചിരിക്കുന്ന കൈകളിൽ നിന്ന് തന്നെയാണ് ആ കുഞ്ഞ് പീഡനത്തിന് ഇരയായത്. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനോടൊക്കെ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം നമ്മളുടെ മനസ്സൊക്കെ അങ്ങ് മരവിച്ച് പോകുകയല്ലേ. 2-3 ദിവസമായിട്ട് മനസ്സ് ഒരു വക ടെൻഷനിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. ഇതൊക്കെ വിചാരിക്കും നമ്മൾ ഓർക്കും, എന്താ പറയുക, സോഷ്യൽ മീഡിയ ഒന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്, സമാധാനം കിട്ടുമല്ലോ എന്നും ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അതുകൂടാതെ നമ്മൾക്കൊന്നും കൂടെ പ്രാർത്ഥന ശക്തമാക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കാം. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾക്കറിയാം, നമ്മുടെ കൊരിന്ത്യ ലേഖനത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? പൗലോസ് അവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ എന്തു പറഞ്ഞിട്ടാണ്? എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞ സഭ എന്നാണ് കൊരിന്ത്യ സഭയെ പൗലോസ് അവരെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കൃപാവരങ്ങളിൽ ഒന്നിനും കുറവില്ലാത്തവരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൊരിന്ത്യ ലേഖനം 1-2 വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, അവർക്ക് എന്തോരം കറക്ഷൻസുകളാണ് പൗലോസ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒത്തിരി കറക്ഷൻസുകൾ എന്ന് വെച്ചാൽ അവർ എല്ലാം തികഞ്ഞവരാണെന്ന് അവർ അഭിമാനിക്കുന്നു. ഒപ്പം പൗലോസും പറയുന്നുണ്ട്, നിങ്ങളെല്ലാ കൃപാവരങ്ങളും നിറഞ്ഞവരാണ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഇവർ പൗലോസിന് 7-ാമത്തെ കൊരിന്ത്യ ലേഖനം, 1 കൊരിന്ത്യൻസ് അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ ഇവർ തന്നെ പൗലോസിനോടും കുറച്ച് സംശയങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് അവർക്ക് അതിൻ്റെ മറുപടിയൊക്കെ കൊടുത്തതൊക്കെ നമ്മൾക്ക് കാണാം. പിന്നെ അതിൻ്റെ 5-ാം അധ്യായത്തിൽ അവർ വലിയൊരു തിന്മ ആ സഭയിൽ ഉള്ളതൊക്കെ പൗലോസ് അവരോട് എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനുശേഷം അവർക്ക് ഒത്തിരി കൃപാവരങ്ങൾ നിറഞ്ഞവരാണെങ്കിലും അവരിൽ ഒത്തിരി കുറവുകളും ഒത്തിരി പോരായ്മകളും ഉണ്ട് എന്നും പൗലോസ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. പിന്നെ തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതല്ലേ ഒരു സഭ എങ്ങനെയായിരിക്കണം. പിന്നെ അതിനു മുൻപേ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരാണ്, ദൈവത്തിൻ്റെ സഭയിലുള്ള ഓരോ അംഗങ്ങളും ആരാണ്, ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ ആരാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ് അല്ലേ. ആ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൂടാതെ നമ്മൾ ഉൾപ്പെടുന്ന ആ സഭ എന്ന് പറയുന്നതും എത്രമാത്രം വിശുദ്ധമായിട്ട് മുൻപോട്ട് പോകണം. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മളെപ്പോലുള്ള ഓരോരുത്തരുമാണല്ലേ. അപ്പോൾ അതിനകത്തെ കറക്ഷൻസുകളെക്കുറിച്ചൊക്കെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അല്ലേ കൊരിന്ത്യ സഭയ്ക്ക്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാം തികഞ്ഞവരാണ്, കൃപാവരങ്ങളിൽ തികഞ്ഞവരാണ് എന്നുള്ളൊരു ധാരണയിലാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ അവർക്ക് സംശയങ്ങൾ വന്നു. ഒരു പൗലോസിനോട് സംശയങ്ങൾ ചോദിക്കുന്നു. നമ്മൾക്കറിയാം, ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സംശയങ്ങളൊക്കെ കൂടുതൽ വരുന്നത് ആർക്ക്? നന്നായി പഠിക്കുന്നവർക്കാണല്ലേ. കാരണം വിശുദ്ധ ബൈബിൾ വായിക്കുന്നവർക്കാണെങ്കിൽ പോലും നമ്മൾക്ക് കൂടുതൽ സംശയങ്ങൾ വരുമ്പോൾ അത് വായിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് സംശയങ്ങൾ വരികയും നമ്മൾ ദൈവത്തോട് അല്ലെങ്കിൽ അറിവുള്ളവരോട് നമ്മൾ അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. എന്ന് പറയുന്നത് പോലെ ഈ കൊരിന്ത്യ സഭ
അവരുടെ സംശയങ്ങൾ വരെ പൗലോസിനോട് ചോദിച്ചുകൊണ്ടിരുന്ന അത്രയും ടോപ്പ് ലെവലിൽ നിന്നതാണ്. എന്നാൽ അവർക്കാണ് വേണ്ടുന്ന കറക്ഷൻസുകൾ മുഴുവൻ അവർക്കായിട്ട് കൊടുത്തു. ഇന്നുള്ള സഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ തന്നെയാണ്. എന്നാലും എന്തൊക്കെ കറക്ഷൻസ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പൗലോസ് വ്യക്തമായിട്ട് അവിടെ എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിലും അല്ലേ, പലപ്പോഴും നമ്മൾക്ക് തോന്നും നമ്മളും എല്ലാം തികഞ്ഞവരാണ്. നന്നായിട്ട് നമ്മൾ പാട്ട് പാടുന്നു, സഭയിൽ പോയി ആരാധിക്കുന്നു, വീട്ടിലിരുന്ന് ആരാധിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളെന്താണ് ഉപവസിക്കുന്നു, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എല്ലാത്തിലും നമ്മൾ തികഞ്ഞവരാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ, അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ, പാടുവാൻ തുടങ്ങി, അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങി സകലത്തിലും നമ്മൾ തികഞ്ഞവരാണ് എന്നുള്ളൊരു ഭാവം എവിടെയൊക്കെയോ നമ്മളുടെ മനസ്സിലോട്ട് കടന്നു വരാറുണ്ട് ഇടയ്ക്കൊക്കെ അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ തഴക്കവും പഴക്കവും വന്നവരാണ് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് വരുമ്പോഴത്തേക്കും എല്ലാം തികഞ്ഞവരാണ് എന്നുള്ളൊരു മനോഭാവവും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതിൻ്റെ ഒന്നാമത്തെ പടിയായിട്ട് നമ്മൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലോട്ട് വരുമല്ലേ. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ എന്താണ്, ഈ കൊരിന്ത്യ ലേഖനത്തിൽ എല്ലാം തികഞ്ഞവർക്ക് പൗലോസ് കറക്ഷൻസ് കൊടുത്തതുപോലെ നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ചില കറക്ഷൻസുകൾ വരുത്തേണ്ടത് ആവശ്യമാണ് അല്ലേ. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. പല പല പ്രശ്നങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായിട്ട് ദൈവമേ എന്നിൽ വേണ്ട കറക്ഷൻസുകൾ അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണം. കൊരിന്ത്യ ലേഖനത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. എന്താണ് നമ്മളുടെ എന്താ പറയുക, വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സഭാ ആരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കർത്തൃമേശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്താ പറയുക, മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്താണ് സ്ത്രീ തലയിൽ എന്താ പറയുക തുണിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അർത്ഥങ്ങളിലേക്കൊക്കെ നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നതാണ്. എന്നാലും ഞാൻ ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൗലോസ് അവിടെ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അവരെ തിരുത്തുവാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ്, മറ്റുള്ളവർ നമ്മളെ തിരുത്തുവാനായിട്ട് വരുമ്പോൾ നമ്മൾക്കെല്ലാം ഒന്നും ഉൾക്കൊള്ളുവാനായിട്ടൊന്നും കഴിയത്തില്ലല്ലേ. എന്നാൽ നമ്മളെ ദൈവം തിരുത്തിയാൽ നമ്മൾക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ഉൾക്കൊള്ളുന്ന വിധത്തിൽ ദൈവം നമ്മൾക്കത് തിരുത്തൽ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് കഴിയും. കുറേ വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു ചിന്തയാണ്, നല്ലതൊക്കെ ദൈവം തരുന്നതാണെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം തന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നമ്മൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലല്ലേ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ അവർ എല്ലാത്തിനും യു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നീ എന്നാണ് പറയുന്നത്. അത് സ്വന്തം ഫാദറിനോടാണെങ്കിലും മദറിനോടാണെങ്കിലും ഇനി ഏത് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരാണെങ്കിലും എത്ര ഹയർ പൊസിഷനിലിരിക്കുന്നവരെയും എന്താണ് യു എന്ന് തന്നെ അല്ലേ, യു എന്നാണ് പറയുന്നത്. അത് അവരുടെ ആ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റൈലാണല്ലേ യു എന്ന് പറയുക. എന്നാൽ മലയാളത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് യു എന്ന് നമ്മൾ നീ എന്ന് വിളിക്കുമോ? ഇല്ല അല്ലേ. നമ്മളുടെ പ്രായം കുറഞ്ഞവർ അല്ലെങ്കിൽ പ്രായക്കാരെ അല്ലെങ്കിൽ അത്ര അടുപ്പമുള്ളവരെയൊക്കെയും നമ്മൾ നീ എന്നൊക്കെ വിളിക്കത്തുള്ളൂ. ഇനി നമ്മൾക്ക് അത്ര അടുപ്പമില്ലാത്തവരെ നമ്മളുടെ സെയിം ഏജൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പേര് വിളിക്കും അല്ലേ. ഇനി അതല്ല എങ്കിൽ നമ്മളെ കഴിഞ്ഞ് മുതിർന്നവരും അല്ലെങ്കിൽ അതൊരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക, നമ്മൾ അവരെ എന്താ പറയുക, അവരെ ആ ഒരു റെസ്പെക്റ്റ് അനുസരിച്ചുള്ള അഭിസംബോധനകൾ നമ്മൾ അവർക്ക് കൊടുക്കും അല്ലേ. നമ്മളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ നമ്മൾ പാസ്റ്ററെ, അച്ഛ, മെത്രാനെ ഇങ്ങനെ എന്താ വിളിക്കുന്നതെന്നൊക്കെ ഞാൻ മറന്നുപോയി. ഓക്കെ, അങ്ങനെ മെത്രാൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരെ നമ്മൾ ആ ഒരു ബഹുമാനം കൊടുത്താണ് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ രാജാതിരാജാവായ ദൈവം അതിലുമൊക്കെ എത്രയോ ബഹുമാനം അർഹിക്കുന്നവനാണല്ലേ. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഒക്കെ വിളിക്കുന്നത് എന്താണ്, നമ്മൾ ശീലിച്ചതല്ലേ, ശീലിച്ചിങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ ദൈവത്തെ നീ എന്ന അഭിസംബോധന ചെയ്യുന്നതല്ലേ. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലോട്ട് ആ ഒരു ചിന്ത വന്നു. നമ്മളുടെ എന്താ പറയുക ഏറ്റവും പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്നവരെ, നമ്മളെ കഴിഞ്ഞും പ്രായമായവരെയൊക്കെ നമ്മൾ ഒരിക്കലും നീ എന്ന് വിളിക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ നീ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ശീലിച്ചു പോകുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മൾക്കത് മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ കാലക്രമേണ അത് മാറ്റുവാനായിട്ട് നമ്മൾക്കൊക്കെ ശ്രമിക്കാം അല്ലേ. അത് നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അതിനകത്ത് വലിയ വചനപണ്ഡിതന്മാരുടെ ഉപദേശമൊന്നും തേടാൻ പോകേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അതിനകത്ത് നമ്മൾക്കൊരു അല്ലേ, നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോന്നും നല്ലത് നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ മനസ്സിൽ നല്ലതെന്ന് വിചാരിച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊക്കെ ദൈവം കണക്കിടും. അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രസാദം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ കുറേ നാളത്തേക്ക് എന്താണ് നീ എന്നൊക്കെ വിളിക്കാതെ അങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവമേ അങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ പഴയ സിറ്റുവേഷനിലോട്ട് തന്നെ വന്നു. എന്താ പറയുക, എല്ലാവരും വിളിക്കുന്ന കേട്ടും നമ്മൾ അല്ലേ, നമ്മളുടെ പാട്ടുകളിലൊക്കെ ആണെങ്കിൽ ഫുള്ള് നീ എന്നൊക്കെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ
അപ്പോൾ നമ്മൾക്കതൊന്നും പെട്ടെന്നൊന്നും മാറ്റാനും പറ്റത്തില്ല. എന്നാൽ നമ്മൾക്ക് കുറച്ചല്ലേ ട്രൈ ചെയ്ത് കുറച്ചൊക്കെ നമ്മൾക്ക് മാറ്റുവാനായിട്ട് ശ്രമിക്കും. എന്തോ ഈ കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ആ ഒരു വിഷയം ഒന്നും കൂടി എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, സത്യമാണല്ലോ, കുറച്ച് അല്ലേ, നമ്മളൊന്ന് കറക്ഷൻസ് നമ്മളുടെ സംസാരത്തിലൊക്കെ ഒന്ന് വരുത്തുവാൻ നമ്മൾ ശ്രമിച്ചാൽ അതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാനും വിചാരിച്ചു, ദൈവമേ, അന്നെടുത്ത തീരുമാനമാണല്ലോ, ഞാൻ അതിനകത്തുനിന്ന് തെറ്റിയും പോയി. എന്നാൽ വീണ്ടും ഒന്ന് ശ്രമിക്കാമല്ലോ. നമ്മൾ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനുള്ള കൃപ ദൈവം നമ്മൾക്ക് തരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നിസ്സാരമായിട്ടുള്ള ഒരു വിഷയം പറഞ്ഞതാണ്. നിങ്ങൾക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. എനിക്കൊരു വെളിച്ചം കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കാം. പിന്നെ എന്താണ്, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടും നമ്മൾ ആരാധന സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കൺവെൻഷനുകൾക്ക് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പ്രയറുകൾക്കൊക്കെ ഇരിക്കുമ്പോൾ അവർ നമ്മളോട് എന്താ പറയുക, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇമോഷനിൽ നമ്മൾ എന്ത് പറയും, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്ന് പറയും. അങ്ങനെ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾക്ക് ക്ഷമിക്കുവാനായിട്ട് പറ്റാറുണ്ടോ? ഇല്ലല്ലേ. ചിലതൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവ് പോലെ കിടക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ. എല്ലാവരോടും ഒന്നും പെട്ടെന്ന് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയാറില്ല. പക്ഷേ അത് നമ്മൾക്ക് ഏൽപ്പിച്ച മുറിവിൻ്റെ ആഴം പോലെ ഇരിക്കും, നമ്മൾക്ക് പെട്ടെന്ന് കഴിയാറില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കുവാനുള്ളൊരു കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളൊരു ചിലപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ഇമോഷനിൽ നമ്മളെടുക്കും, ഞാൻ അവരോട് ഇവരോട് ക്ഷമിക്കുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മൾക്ക് അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മനുഷ്യന്മാരാണ്, ബലഹീനരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ചാടി നമ്മളിങ്ങനെ എന്താ പറയുക, പത്രോസ് പറഞ്ഞതുപോലെ ചാടി എന്താ പറയുക, ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കാതെ വളരെ പക്വതയോടെ തീരുമാനിച്ചിട്ട്, ദൈവമേ, ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് അതൊരു സീരിയസ് വിഷയം തന്നെയാണ്. കാരണം നമ്മൾ ചിലപ്പോഴെന്താണ് അവർ പറയുന്നത് കേൾക്കുമ്പോൾ, പ്രസംഗകൻ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇമോഷണലായിട്ട് ചില തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുക്കും. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ട് പിന്നെ നമ്മൾക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു അത് അത്ര നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പെറുക്കി അതിനുള്ള കൃപ ചോദിച്ചിട്ടൊക്കെ തീരുമാനങ്ങൾ എടുത്താൽ മതിയാകുമെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യവും ക്ഷമിക്കാതിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മളുടെ ഹൃദയം കൊണ്ട് തന്നെ ആ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോഴല്ലേ, ഇന്നലത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലേ. നമ്മൾ അറിയാതെ ഒന്നുമല്ല, പ്രായപൂർത്തിയായവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാതെ ഒന്നുമല്ല, അറിഞ്ഞുകൊണ്ടാണ് ചില പാവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. അത് അങ്ങനെ തന്നെ അങ്ങ് സമ്മതിക്കുവാൻ, ദൈവമേ, ഞാൻ ചെയ്തു പോയി, ഇന്ന പാവം ഞാൻ ചെയ്തു പോയി, അങ്ങനോടൊന്ന് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമ്മതിക്കുവാൻ, അല്ലേ, കുറ്റം സമ്മതിക്കുന്നവരാകുവാൻ നമ്മൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ. ഈ ദിവസങ്ങളിൽ അതിനൊക്കെ ആയിട്ട് നമ്മൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഉണ്ട്, അതൊരു ഇൻസിഡൻ്റ് ആണ്. ഞാനൊരു സഭയിലായിരുന്ന സമയത്ത്, ഇവിടെയല്ല, കേരളത്തിന് വെളിയിൽ ഒരു സഭയിൽ ആരാധനയ്ക്ക് ഇരുന്ന സമയത്ത് അവിടെ ഒരു അമ്മച്ചി ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി. ആ അമ്മച്ചിയുടെ മകൻ പാസ്റ്ററാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. അമ്മച്ചി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അമ്മച്ചി അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി പാടിയ പാട്ട് ഇതായിരുന്നു, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് ഞാൻ മറന്നുപോയി അതിൻ്റെ ലൈൻസൊക്കെ, ഞാൻ പാടാത്തൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ പാട്ട് പിടുത്തം കിട്ടിയില്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അങ്ങനെ ഒരു പാട്ട് ഈ അമ്മച്ചി രാവിലെ എഴുന്നേറ്റിരുന്ന് പാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചിയുടെ മകൻ രാവിലെ നടക്കാൻ പോകുന്നൊരു ശീലമുണ്ട്. പുള്ളി നടക്കാൻ പോയിട്ടും പോകുന്ന വഴിക്ക് എന്താണ്, പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ അത് കുറച്ച് സീരിയസ് ആയി. ഇപ്പോൾ അദ്ദേഹം സുഖമായി നല്ല ജീവനോടെ ഇരിക്കുന്നു. പക്ഷേ അത് കുറച്ച് സീരിയസ് ആയി. അപ്പോൾ ഈ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഞാൻ രാവിലെ ഈ പാട്ടൊക്കെ പാടി ഞാനിങ്ങനെ ആത്മാവിൽ ഇങ്ങനെ ആരാധിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മച്ചി ആ ഒരു ഇതങ്ങ് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ സഭയിൽ, ഞാനിരിക്കുന്ന സഭയാണല്ലോ, അപ്പോൾ അവിടെ ലാസ്റ്റ് ഒരു പാട്ട് അങ്ങോട്ട് പാടി. ആ പാട്ട് പാടിയത് ഇതായിരുന്നു, എന്താണ് അതിൻ്റെ ലൈൻ ഞാൻ മറന്നുപോയി. ഈ ഒരു ലൈനാണ്, എന്താണ്, ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് എപ്പം പാടുന്ന കേൾക്കുമ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് ഞാൻ നല്ല സുന്ദരമായിട്ട് കൈയടിച്ച് ആ പാട്ടങ്ങ് പാടി. എന്നാൽ അതിനകത്ത് ഈ ലൈൻ വന്നപ്പോൾ, അതായത് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായിട്ട് അറിയുന്നു ഞാൻ.
എന്നുള്ള ഈ ലൈൻ വന്നപ്പോൾ ഞാൻ നല്ല ഉഷാറായിട്ടങ്ങ് പാടി. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, പാട്ടുകൾ പാടുമ്പോൾ വളരെ ശ്രദ്ധയോടെ പാടണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലോട്ട് വരുവാനായിട്ടിടയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അവിടെ ഒന്ന് നിന്നു, കണ്ണടച്ച് ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും എനിക്ക് അങ്ങനെ പാടുവാനുള്ളൊരു കൃപയുണ്ടോ? ഞാൻ എൻ്റെ വിഷയമാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ പാടുവാനുള്ളൊരു കൃപയില്ല. കാരണം പലതും വന്നു കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലേ, എന്തിനേറെ പറയുന്നു, എൻ്റെ വീട്ടിലാർക്കെങ്കിലും, എൻ്റെ മമ്മിക്കോ ചേച്ചിക്കോ അങ്ങനെ ആർക്കെങ്കിലും, എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ദൈവമേ അവർക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വന്നത്? എന്ത് വിഷയം വന്നാലും ഞാൻ ദൈവത്തോട് ചോദിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ദൈവാത്മാവ് അത് എന്നോട് ഇടപെട്ടത്. അപ്പോൾ ഞാൻ അവിടെ സറണ്ടർ ചെയ്ത് ഞാൻ പറഞ്ഞു, ദൈവമേ ഇനി തൊട്ട് ഒരിക്കലും ഞാൻ എന്താ പറയുക, ഇങ്ങനെ എനിക്ക് ഹൃദയത്തിൽ നിന്നല്ല ഞാനൊരു പാട്ട് പാടത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതാണ്, നമ്മളൊരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്തോത്രം പറയുമ്പോൾ എന്താണ്, നമ്മൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വേണം പറയുവാനായിട്ട്. അല്ലാതെ നമ്മൾ ഓളത്തിന് എല്ലാവരും പാടുന്ന കൂട്ടത്തിൽ നമ്മൾ പാടരുത്. കാരണം അതിനകത്തൊക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിനെ ഒരുപക്ഷെ ഇയ്യോബിനെ പോലെ അല്ലേ, നമ്മുടെ പിശാച് അതിനെ കയറി പിടിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. ദേണ്ട അവൻ ഇങ്ങനെയാണല്ലോ പാടിയിരിക്കുന്നത്, അപ്പോൾ ഒന്ന് കൊടുത്തു നോക്കുക എന്നൊക്കെ പിശാചിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ദൂതന്മാർ കയറി ഇറങ്ങുന്നത് പോലെ ഈ പിശാചും കയറി ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ വാഗുണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് പറയാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ പാട്ടൊക്കെ ഓരോരുത്തരും ഭക്തന്മാർ അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവരുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ലെവലിൽ നിന്നും എഴുതുന്നതാണ്. അവർക്കൊരു പക്ഷേ അതിന് കഴിയുമായിരിക്കും, പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അതിന് കഴിഞ്ഞു എന്ന് വരത്തില്ല. അതുകൊണ്ട് പാട്ടുകൾ പാടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പാട്ട് പാടുമ്പോൾ അത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അർത്ഥം ഉൾക്കൊണ്ട് തന്നെ പാടുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് തന്നെ ആ ഒരു പഠിത്തം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ പാട്ടുകളുടെ വരികളൊന്നും ഞാൻ വളരെ ശ്രദ്ധിച്ചേ പാടാറുള്ളൂ. എനിക്കത് ഹൃദയത്തിൽ നിന്ന് തോന്നുന്നു എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾ പാടാറുള്ളൂ. ഇപ്പോൾ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ആദ്യത്തെ ലൈൻ ഞാൻ മറന്നുപോയി. ഓക്കെ, പക്ഷേ ആ ഒരു ലൈൻ വരുമ്പോൾ എന്താണ്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, അതുവരെ ഞാൻ പാടും. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്നുള്ള പാട്ട് വരുമ്പോൾ ഞാൻ സൈലൻ്റായിട്ട്, ആ ഒരു സെൻറ്റൻസ് വരുമ്പോൾ ഞാൻ സൈലൻ്റായിട്ട് നിൽക്കാറുണ്ട്. കാരണം എനിക്കതിന് കഴിയാറില്ല, എനിക്കതിനുള്ള കൃപയില്ല, അതുകൊണ്ട് ഞാൻ പാടാറില്ല. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളാരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ലെവൽ അത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് പാട്ടിൻ്റെ കാര്യം മാത്രമല്ല, എന്തും നമ്മളൊരു സ്തോത്രം പറയുമ്പോൾ അത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറയുവാൻ ശ്രമിക്കുക. നമ്മളൊരു നന്ദി പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് പറയുവാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ പറഞ്ഞല്ല നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്, നമ്മൾ തന്നെ ഹൃദയത്തിൽ നിന്ന് പറയുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്ത് കാര്യമാണെങ്കിലും ഞാനിതിന് മുൻപെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ആത്മാർത്ഥതയോടെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത് എന്താണ്, ഒരു കറക്ഷൻസിന് വേണ്ടിയിട്ടല്ലേ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന കറക്ഷൻസുകൾ, അതിന് വേണ്ടിയിട്ട് ദൈവമേ എന്നെ ഒന്ന് സമർപ്പിക്കുന്നു. വേണ്ടുന്ന കറക്ഷൻസുകൾ അവിടുന്ന് തരണമേ. അതെന്തുമാകട്ടെ, എൻ്റെ ലൈഫ് സ്റ്റൈലിലാകട്ടെ, എൻ്റെ വസ്ത്രധാരണത്തിലാകട്ടെ, ഏത് വിഷയത്തിലും ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടുന്ന കറക്ഷൻസുകളെ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ കറക്ഷൻസുകൾ തരും. ഒപ്പം നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു ഹൃദയപരമാർത്ഥത അല്ലേ, ഒരു തുറന്ന പുസ്തകം പോലെ നമ്മളുടെ മനസ്സിനെയൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പറയുന്നത് ആത്മാർത്ഥതയോടെ പറയുവാൻ, ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ, പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ, അതുപോലെ തന്നെ പാടുന്നതും ആത്മാർത്ഥതയോടെ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുക, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് തോന്നും നമ്മളെല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും. എന്നാൽ നാളെ നമ്മളുടെ ജീവിതത്തിൽ എന്ത് അവസ്ഥകളും സാഹചര്യങ്ങളുമാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവമേ വീഴാതെ നിർത്തണമേ, പാപങ്ങളിൽ വീഴാതെ എന്നെ കാത്തു പരിപാലിക്കണമേ, വിശുദ്ധിയുടെ പുതുപ്പെന്നെ പുതുപ്പിക്കണമേ, എന്നെ കറക്റ്റ് ചെയ്യണമേ എന്ന് അനുനിമിഷം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.